Hello everyone, welcome to Superstar Junior. Co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So let's welcome our judges, Vijay Cheta, Anushree Chechi, Sujata Chechi, Stephen Cheta. So നമുക്ക് വെൽക്കം ചെയ്യാം സ്റ്റാർ ഓർക്കസ്ട്ര. Pulikal സോ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് and Benson. Rani, gorgeous girl. എനിക്ക് വയ്യതോകു. ഇവിടെ പിങ്ക്, ഇവിടെ പിങ്ക്, ഇവിടെ പിങ്ക്, മയം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. വേഗം റെഡി ആവാം അല്ലേ? അപ്പോൾ നമുക്ക് റൗണ്ട്സ് നോക്കാം. ഓക്കെ, സോ റൗണ്ട്സ്. ഏത് റൗണ്ടാ മോളെ? My style. Superstar Junior. ഓക്കെ, സോ മോളുടെ സ്റ്റൈൽ പാട്ട് ഏതാണ്? ബുൾബുല എന്ന ഫിലിമിലെ ആ, മേരി ഡോൾ എന്ന പാട്ടാണ്. ഓഹോ. ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? കുറച്ച്. ആ സിനിമയും ആ പാട്ടും അഞ്ചിലായിട്ടൊരു ബന്ധമുണ്ട്. അതെ അതെ അതെ, രജത്തും ഉണ്ട്. സ്പെഷ്യൽ അപ്പിയറൻസ് ആ, ഞങ്ങൾ സ്പെഷ്യൽ അപ്പിയറൻസ് ആണ്. പക്ഷേ അഞ്ചിലായിട്ടൊരു ബന്ധമുണ്ട്. എന്താ അറിയോ മോൾക്ക്? എന്റെ അതിന് മലയാളം കണ്ടുണ്ടോ? ആക്ടിംഗ് സ്കിൽസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ശരി, പിന്നെ പറയാം. പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് ചേട്ടൻ ഉദ്ദേശിച്ച് വരുന്നില്ല, നാഗവള്ളിയെ കുറിച്ചാണ്. പിന്നെ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോളെ. Thank you. ഓക്കെ, All the best. Thank you. Superstar Junior. मेरे डोलना सुन, मेरे प्यार की धुन, मेरे डोलना सुन. मेरे डोलना सुन, मेरे प्यार की धुन, मेरे डोलना सुन, मेरी चाहती तू फिजा में बहेगी, जिंदा रहेगी होके फना. तननन तुम, तननन तुम, तननन तुम, तननन तुम, तान दीन दान दीन देना. मेरे डोलना सुन, मेरे प्यार की धुन, मेरे डोलना. साथी रे मर भी तुझको जाएगा दिल, तुझे ही बेचैनियों में आएगा दिल. साथी रे मर भी तुझको जाएगा दिल, तुझे ही बेचैनियों में आएगा दिल. मेरे किस्मों की साहे में तेरी राहतों की खुशबू है, तेरे बगैर क्या जीना. मेरे रूम में तू है, मेरी छोड़ियों की खनखन से तेरी सदाएं होती है. दूरियां हमेशा है, नजदीक वहाँ गुना गई है. ओ पिया सानिदा नीदमा मगसैदनि सगमा. मगसैदनि सगमा, मगसैदनि सगमा, ग म ग सैदनि मग मदनि, सैदनि मग मदनि सा, नि द नि दनि सा, दनि सा.
മദനി 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 മദനിസ 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 സനിദമ 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 മമഗഗസ സനിനിസ സനിനിദ സനിനിസ സനിനിദ മമഗഗസ സനിനിദ നിദസസസ നിദസസസ മഗസസസ मेरे डोलना सुन मेरे प्यार की धुन मेरे डोलना सांसों में तेरे स्वर्ग में अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन सांसों में तेरे स्वर्ग में अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन मेरे धड़कनों की सरगोशी मेरे धड़कनों में बजती है मेरे रागती मेरा हो में बारिश तेरी सजती है मेरे प्यार में हर पल तेरे प्यार शामिल है हम हैं जुदाइयों वाले मुश्किल बनेगा मुश्किल ओ पिया निसा 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 दनी 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 पद 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 गम पद निसा pani nisa pani nisa pani nisa pani nisa gama pada nisa pada nisa pada nisa gama pada nisa pada pama gama gari sa ni dani sa gama ga sa gama pada pada nisa 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 dani dhani 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 gama pada nisa pada gama pada nisa pada gama pama gama gari sa ni dani sa da dani nisa sa ga gama ga sa ga gama ma da dani dani sa ga sa dani sa dani gama gama dani sa dani gama gama gari sa ni sa gama dani sa gama gama gari sa sa gama dani sa gama gama gari sa da dani nisa sa ga ga sa ga gama sa ga gama ma da ga gama ma dani gama gama dani sa ga dani sa ga मेरे डोलना सुन मेरे प्यार की धुन मेरे डोलना थैंक यू ആൻകുട്ടി ഹോ, ഭയങ്കര ക്യൂട്ട് വേർഷൻ ഓഫ് മെരിഡോളിനെ അതെ എന്താ പറയാ ആ ഇങ്ങനെ ഒരു നിന്നിങ്ങനെ പാടാണ്. നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു ഒരു എന്താ പറയുക ഒരു ഹൊറർ എഫക്റ്റ് അങ്ങനത്തെ സംഭവം ഒന്നുമല്ല, വളരെ ക്യൂട്ട് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വേർഷനായി മാറി. എന്തായാലും നമുക്ക് കേൾക്കാം കമന്റ്സ്. സോ യെസ് വിജയ് ചേട്ടാ, പാട്ടിൽ ഹൊറർ ഒന്നും ഇല്ലല്ലോ. ശ്രേയ ഘോഷലല്ലേ പാടിയത്? ശ്രേയ ഘോഷലും ശ്രീകുമാർ. ആ കറക്റ്റ്. എനിവേ അപ്പോൾ ആൻ നല്ല രസമായിട്ട് പാടി കേട്ടോ. ഈ ഇപ്പം ചിരിക്കുന്ന ചിരി ആ പാട്ട് പാടുന്ന സമയത്ത് കുറച്ചുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആയിരുന്നു. എന്ത് പറയുന്നത് കറക്റ്റ് അല്ലേ? പാടുന്ന സമയത്ത് എന്ത് ടെൻഷനായിരുന്നു? ചിരിക്കാൻ പറ്റിയില്ല. അയ്യോ പാവം. ഇനി ട്രൈ ചെയ്യണം കേട്ടോ. ഈ ചിരി എന്ത് രസമാ ചിരി. ശരി, അപ്പോൾ അവനെ നന്നായിട്ട് പാടി. ചില സ്ഥലത്തൊക്കെ എന്നാലും ആ സ്വരങ്ങളും അതൊക്കെ കുറച്ചുകൂടെയും മോളുടെ ഒരു പൊട്ടി വോയിസ് ആണ്. അതുകൊണ്ട് എന്നിട്ട് ഈ പാട്ട് എടുത്ത് പാടിയത് ഹാറ്റ്സ് ഓഫ് യു ഫോർ ദാറ്റ്. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ധൈര്യം എല്ലാം കൊള്ളാം. ഓക്കെ, നൈസ്, ഓൾ ദ ബെസ്റ്റ്. പക്ഷേ എന്താണ് ഞാൻ എല്ലാവരും പറയുന്ന പോലെ തന്നെ പിന്നെയും ഒരു ടേപ്പ് റെക്കോർഡർ, മറ്റേ ബ്രോക്കൺ ടേപ്പ് റെക്കോർഡർ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ചാൻസും കൂടെ ഉള്ളൂ നിങ്ങൾക്ക് ഈ അടുത്ത റൗണ്ടിലേക്ക് പോകണതിനെ പറ്റിയൊക്കെ. ഈ പ്രഷറിന് വേണ്ടി പറയല്ല, അല്ലെങ്കിൽ ടെൻഷൻ ആക്കാൻ വേണ്ടി പറയല്ല. പക്ഷേ നിങ്ങൾ അങ്ങനത്തെ ഒരു വാവ് പെർഫോമൻസ് ഒരെണ്ണം എന്തായാലും കയ്യിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സുജാത ചേച്ചി. ഹായ് മോളെ. അമ്മയായിരിക്കും ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നല്ലേ? അമ്മയാണോ അച്ഛനാണോ അതോ മോള് തന്നെയാ? ആഹാ, അവളാണ് പറഞ്ഞത് പഠിക്കണമെന്ന്. വെരി ഗുഡ്.
ഇത് മോളുടെ പ്രായത്തിന് ആരും ഈ വയസ്സിൽ ആരും ചിന്തിക്കാത്തൊരു പാട്ടാണ്. ശ്രീനന്ദും ഇയാളും സെയിം വയസ്സാണ് അല്ലേ? അല്ല, ശ്രീനന്ദ് 8 വയസ്സല്ലേ? 8 ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീനന്ദിനെക്കാട്ടും 1 വയസ്സ് മൂത്ത ഒരു വാവയാണിത്. മോക്ക് എനിക്ക് അസലായി പാടി മോള് ഈ പാട്ട്. മോളുടെ വയസ്സിനും മേലെയാണ് മോള് പാടി. മോളുടെ സിംഗിങ്ങിലൊരു എഫിഷ്യൻസി എന്നുള്ളത് ഒരുപാടുണ്ട് മോൾക്ക്. അത് നാച്ചുറലായിട്ട് കിട്ടിയേക്കുന്ന ഒരു ടാലൻറ്റ്. അത് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു. കാരണം സ്വരസ്ഥാനം പാടിയതൊക്കെ കറക്റ്റാണ്, ഒന്നും തെറ്റുന്നില്ല. പക്ഷെ ആ എഫിഷ്യൻസിയുടെ കൂടെ ഒരു സാധനവും കൂടെ ചേരാനുണ്ട് ഇനി. അത് മോള് മനസ്സിലാവും. മോള് കൊച്ചുകുട്ടിയാണ്, അതും കൂടെ ചേരുമ്പോൾ മാജിക്. അപ്പോഴാണ് ആ ശരിക്കും ആ ഒരു മാജിക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പോണേ. അപ്പോൾ അത് വരട്ടെ വേഗം മോൾക്ക്. ഈ പാട്ട് മോളിപ്പോൾ ഇങ്ങനെ വെറുതെ പഠിച്ചങ്ങോട്ട് പാടുകയാണ്. ഒരു സ്ഥലത്തും ഒരു പ്രയാസവും ഇല്ല. ടച്ച് വിട്ട് അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ എഫേർട്ട്ലെസ് ആയിട്ട് പാടുക. ഒരു ആ മേലെയൊക്കെ പോയി വടാന്നങ്ങോട്ട് പാടി. ദാറ്റ്സ് ബിക്കോസ് യു ആർ എ നാച്ചുറലി ഗിഫ്റ്റഡ് ചൈൽഡ്. ഇനി അതിൻ്റെ കൂടെ ഇനിയും കുറേ വരും മോൾക്ക്, വിത്ത് പ്രാക്ടീസ്, വിത്ത് എക്സ്പീരിയൻസ്. അതും കൂടെ വരുമ്പോഴാണ് മോൾ നല്ലൊരു സിംഗർ ആവാൻ പോണേ. അത് വരട്ടെ വേഗം. അതിന് വേണ്ടി യത്നിക്കുക. ശരി മോളെ, എനിവേ യു ഡിഡ് യുവർ ബെസ്റ്റ്. ഇനി നന്നാവാം. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. യെസ്. ഹായ്, ആൻ ബെൻസൺ. ഹായ്. ഞാൻ ഈ പാട്ട് സ്റ്റേജിൽ കുറേ പെർഫോം ചെയ്തിട്ടുള്ള. ഞാൻ ശ്വേത ചേച്ചിയുടെ കൂടെ പെർഫോം ചെയ്തിട്ടുണ്ട്. വായിച്ചത് മ്യൂസിക്. ഡാൻസ് അല്ല. ഓ, വിജയൻ പല പല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. അതെ, ബാക്കി ഞാൻ പാടി എന്ന് പറയാൻ. അല്ല, നീ ആ പാട്ടിന് നീ ഡാൻസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയത്. ഗംഭീരമായിരിക്കും. എന്ത് ഭംഗിയായിരിക്കും അത്, അല്ലേ? ഗംഭീരമായിരിക്കും രാജു. ഗംഭീരമായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. എന്നെ വെല്ലുവിളിക്കരുത്. അതാണ് ഞങ്ങളുടെ ഐഡിയ. അതാണ്. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ആ പെർഫോമൻസ് എന്തായാലും ഉണ്ടാവുമായിരിക്കും. സോ കമന്റ്സ്. യെസ്, നമുക്ക് അങ്ങനെ ഒരു പുതിയൊരു വലിയ പ്രൊഡ്യൂസർ ആവണ്ട. ഇതിന് കൂട്ടുപിടിച്ചാൽ പറ്റുന്ന വഴിയിലൂടെ. ഓക്കെ. അപ്പൊ ആൻ ബെൻസൺ, അപ്പൊ ഞാനത് പല പ്രൊഫഷണൽ സിംഗറിന്റെ അടുത്ത് കൂടെ വായിച്ച് ഈ പാട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സ്വരങ്ങളുടെ ലാസ്റ്റ് എത്തുമ്പോൾ എല്ലാവരും ഒരു കൈയടിക്കും. അവിടെ എത്തുമ്പോൾ എല്ലാവരും അത് നമ്മൾ എക്സ്പെക്ട് അത് എല്ലാം അവിടെ കൈയടിക്കും. അത് സാധാരണ. നിങ്ങൾ എന്താ കൈ കൂട്ടാൻ ചെയ്യും? അത്ര 9 വയസ്സുള്ളൊരു കുട്ടി അവിടെ പാടിയ അത്ര കൈ കൂട്ടാൻ ചെയ്യും. അതെന്തറിയോ ആൻ ബെൻസൺ, നിന്റെ കൂടെയുള്ളവർ മത്സരിക്കുന്നവരല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടാ അല്ലല്ലോ. അപ്പോൾ നന്നായി ഒന്ന് കൈ കൊട്ടിയേ. കൈ കൊട്ടുന്ന രീതിയിൽ തന്നെ ആൻ ബെൻസൺ പാടിയുണ്ട് കേട്ടോ. ഓക്കെ, യു ഡിഡ് വെൽ. 2-3 സ്ഥലത്തൊക്കെ ഇങ്ങനെ തെന്നിപ്പോയി. അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അത് പക്ഷേ ആൻ ബെൻസൺ കാഴ്ചവെച്ചതിനനുസരിച്ചിട്ട് അത് അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല. ബാക്കിയുള്ള നല്ല കാര്യങ്ങളാണ് കൂടുതൽ പുറത്ത് വന്നത്. ഓക്കെ, പിന്നെ ഒരു മത്സരമല്ലേ, നമുക്കതൊക്കെ എണ്ണിയേ പറ്റൂ. പക്ഷേ നല്ല ജസ്റ്റിഫൈ ചെയ്തു ആ പാട്ടിന്. It's a great composition. It's an amazing choreography. So thanks for bringing the song, Ann Benson. Thanks. All the very best. താങ്ക് യു. താങ്ക് യു ചേട്ടാ. അനുശ്രീ ചേച്ചി. ആൻകുട്ടി നല്ല കുഞ്ഞു കുട്ടിയാണല്ലോ. നല്ലതായിട്ട് പാടി. ഇവരൊക്കെ അതിൻ്റെ എന്തൊക്കെ അതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പാട്ട് കേൾക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് 9 വയസ്സുള്ള കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പാടണമെന്ന് എനിക്ക് അതിശയമാണ്. എന്തായാലും മോൾക്ക് പറ്റുന്നത് പോലെ അതിൻ്റെ മാക്സിമം നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇനിയും പഠിച്ച് ബാക്കി തെളിയേണ്ടതിനൊക്കെ ഒത്തിരി സമയം ഇങ്ങനെ മുന്നോട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഇനി അടുത്തതിന് ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ കേട്ടോ. താങ്ക് യു ചേച്ചി. താങ്ക് യു. സോ നമുക്ക് മാർക്സ് അറിയാം. ഓക്കെ, സ്റ്റീഫൻ ചേട്ടാ, മാർക്സ്. 8.5. So സുജാത ചേച്ചി. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ 1 കൂടി ചേർത്ത്. So 25.5. നല്ല മാർക്കാണ് അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ കഴിഞ്ഞല്ലേ? നമ്മൾ ഇനി അടുത്ത പെർഫോമൻസിലല്ലേ കാണുള്ളൂ. ഇല്ല, അങ്ങനെ വിടാനായിട്ടില്ല. മോൾ 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, എന്തിനാ അറിയോ?
ഒരു കാര്യം പറയാം. എന്തിനാ വെച്ചാൽ അഞ്ജലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാർട്ടൂൺ സീരീസ് ഏതൊക്കെയായിരുന്നു, ലൈക്ക് മലയാളത്തിൽ വന്നിട്ടുള്ളത്? എനിക്ക് കാർട്ടൂൺസ് ഒരുപാട് ഇഷ്ടമാണ്. മലയാളത്തിൽ എനിക്ക് ജംഗിൾ ബുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ എന്താ പറയുക, ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ഇത്രയും എന്താ പറയുക ദൂരദർശനിലൊക്കെ വന്ന് ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ആ ഒരു സീരീസിലെ ടൈറ്റിൽ സോങ് പാടിയ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം അതിന്റെ സിംഗറിനെ ടു ദ സ്റ്റേജ്. ലക്ഷ്മി രംഗൻ ഒന്ന് വരും, സ്റ്റേജിലേക്ക് വരും, ഓടി വരൂ. സോ ലക്ഷ്മി രംഗൻ ആൻഡ് ബെൻസന്റെ അമ്മയാണ്. സോ നാച്ചുറലി അവിടെ എങ്ങനെ ഈ സംഗീതം കിട്ടിയെന്നുള്ളതിനുള്ള ക്വസ്റ്റ്യൻ ഉത്തരമായി. സോ എന്താണ് ചേച്ചി പറയാനുള്ളത്? ഇതൊരു അൺഎക്സ്പെക്റ്റഡ്, വിളിക്കും എന്ന് വിചാരിച്ചില്ല. അതെ, അല്ല ഇത്രയും വലിയൊരു ടാലന്റ് ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങൾക്കും അതൊരു വി ആർ ഓൾസോ ബ്ലെസ്ഡ് ടു ഹാവ് എ സിംഗർ ലൈക്ക് യു. സോ എന്തായാലും ആ ഒരു എന്തൊരു ഇൻസിഡന്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഇൻസിഡന്റ് ശരിക്കും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അത് പാടിയത്. വോയിസ് ചേഞ്ച് ചെയ്ത് പാടിയതായിരുന്നു, കുട്ടിയുടെ വോയിസ്. അത് മോഹൻ സിത്താര, അദ്ദേഹവും ബിച്ചു തിരുമല സാർ അവരുടെ ആയിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് സാധാരണ പാടുന്ന പോലെ സോങ് പാടി. പക്ഷെ അതിന് ഇത്രയും ഒരു പോപ്പുലാരിറ്റി ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഓക്കെ, സോ അത് പാടുവോ ചേച്ചി? ഉറപ്പായിട്ടും അത് വോയിസ് ചേഞ്ച് ചെയ്തിട്ടാണ് പാടിയത്. ആ വോയിസിൽ പാടണോ? ആ വോയിസിൽ പാടാം അല്ലേ? ട്രൈ ചെയ്യാം അല്ലേ? ചിപ്പടിക്കുന്നിൽ ചിന്നി ചിണിങ്ങും ചക്കരപ്പൂവേ, ചെന്നായ മമ്മി അങ്കിൾ പകരയും തേടുന്നു നിന്നെ. കാടിൻ കുഞ്ഞേ നീ എന്റെ നാടും തേടിപ്പോകുന്നു. മാനോടൊപ്പം ചാടുന്നു, മീനോടൊപ്പം നീന്തുന്നു. നിന്നെ പോറ്റുന്ന കാടല്ലേ, നിന്നെ കൂട്ടുന്ന കൂടല്ലേ. കാട്ടിലെ കൂടെന്നും നീയല്ലേ, നാട്ടിലെ നാടകം പൊയ്യല്ലേ. ചെപ്പടിക്കുന്നിൽ ചിന്നി ചിണിങ്ങും ചക്കരപ്പൂവേ, ചെപ്പടിക്കുന്നിൽ ചിമ്മിച്ചീണും ചക്കരപ്പൂവേ. എനിക്ക് നല്ല ഇഷ്ടമുള്ള, ഞാൻ പണ്ട് കാണാറുണ്ടായിരുന്നു. എനിക്ക് പാട്ട് ഞാൻ എന്നിട്ട് എനിക്ക് അന്ന് ഇത് മ്യൂസിക് ഇതാരാന്ന് അറിയണായിരുന്നേ. ഞാൻ മോഹൻ സിത്താര ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ചേച്ചി താങ്ക് യു സോ മച്ച്. ഇവിടെ ചേച്ചിയുടെ ടാലന്റ് കൂടി തന്നെ മോളെയും ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, ഓൾ ദി ബെസ്റ്റ് മോളു. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. So next contestant on stage, Amal Roy. Amal പിന്നെയും ഒരു പെർഫോമൻസിന് ചാൻസ് ഉണ്ടോ? പെർഫോമൻസ് ഇല്ല, എപ്പോഴും ഒരു പെർഫോമൻസ് ഓറിയന്റഡ് സോങ് ഒക്കെ ആയിട്ടാണല്ലോ വരാ. അതെ, Okay, അപ്പോൾ അപ്പോൾ നമുക്ക് rounds കാണാം നോക്കാം. rounds. Yes. Yes. So rounds please. A.R. Rahman A.R. Rahman hits. അപ്പോൾ റഹ്മാൻ സാറിന്റെ ഏത് സോങ് ആണ് മോൻ പാടാൻ പോകുന്നത്? ഉയരും നീ എന്ന സോങ്. പവിത്ര ഫിലിമിലെ. Wow, രജത് ഫേവറേറ്റ് സോങ്ങിലെ രജത്തിന്റെ വെയിറ്റ് ചെയ്യാണ് അങ്ങനത്തെ ഒരു സോങ് അതെ, കേൾക്കാൻ എൻ്റെ വേണ്ടി. ഭയങ്കര ഫേവറേറ്റ് സോങ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടത് പാട്ടുകളിൽ വെച്ചിട്ട് ഒരു അമ്മേനെ ഇതിനും കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു പാട്ട് വന്നിട്ടില്ല ഫോർ ഷുവർ ഇതുവരെയും. അല്ല, ഐ തിങ്ക് ഉണ്ണിക്ക് നാഷണൽ അവാർഡ് ഈ രണ്ട് ഉണ്ണികൃഷ്ണൻ പാട്ടും സാറിന് ചേർത്താ. ഈ പാട്ടും എന്നെവിളിയും ചേർന്നിട്ട് എന്നെവിളിയും കിട്ടി. ചേർത്തിട്ടാണ് പിന്നെ national നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ലിറിക്സ് ഉണ്ട്. ഓ, പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഈ പാട്ടിനുണ്ട്. നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ മെയിൽ ആദ്യമായിട്ട് തമിഴ് സോങ്ങിന് കിട്ടുന്നത് ഈ പാട്ടിനാണ്. ഓ, കാരണം ഇതിനു മുമ്പേ ദാസാറിനും SPB സാറിനും ഒക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തെലുങ്ക്, മലയാളം ആൻഡ് ഹിന്ദിയാണ്. ഫസ്റ്റ് തമിഴ് സോങ്ങിന് ഫീമെയിൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും കുറേ പേര് കിട്ടിയിട്ടുണ്ട്. മെയിൽ കിട്ടുന്നത് ഈ പാട്ടിനാണ്. സോ അങ്ങനെ എന്താ പറയാ, തകർക്കും. എക്സൈറ്റ് ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ എക്സൈറ്റ്മെന്റ് ആയി. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. All the best. ഓക്കെ. ഉയരും നീ ഉടലും നീ ഉറവും നീ തായേ
സ്വർഗം என்பது பொய்யே உயிரும் நீ உடலும் நீ உறவும் நீ தாயே விண்ணை படித்தார் மண்ணை படித்தார் காற்றும் மழையும் ஒலியும் படித்தார் விண்ணை படித்தார் மண்ணை படித்தார் காற்றும் மழையும் ஒலியும் படித்தார் பூமிக்கு அதனால் நின்மதியில்லை பூமிக்கு அதனால் நின்மதியில்லை சாமி தவித்தார் சாமி தவித்தார் தாயை படித்தார் உயிரும் நீ உடலும் நீ உறவும் நீ தாயே உயிரும் நீ உடலும் நீ உறவும் நீ தாயே தன்னுடலில் சுமந்து உயிரை பகிர்ந்த உருவம் தருவாய் நீ தன்னுடலில் சுமந்து உயிரை பகிர்ந்த உருவம் தருவாய் நீ உன் கண்ணில் வழியும் ஒரு துளி போதும் கடலும் உருகும் தாயே உன் கண்ணில் வழியும் ஒரு துளி போதும் கடலும் உருகும் தாயே உன் காலடி மட்டும் தருவாய் தாயே ஸ்வர்க்கம் என்பது பொய்யே உயிரும் நீ உடலும் நீ உறவும் நீ தாயே അമൽസ് ഭയങ്കര ഫീലായിരുന്നു പാട്ടിന് ഭയങ്കര രസമുണ്ടായിരുന്നു നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തായാലും താങ്ക് യു സോ മച്ച് ഈ ഒരു സോങ് കൊണ്ടുവന്നതിൽ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും കമൻസ് കേൾക്കാം അല്ലേ? സോ യെസ്, സ്റ്റീഫൻ ചേട്ടാ. ഇത് എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ട് നീ പാടി. പക്ഷേ അമൽ റോയ് ഇതല്ല. അമൽ റോയ്ക്ക് ഇനി മാജിക് ചെയ്യാൻ പറ്റും. നീ അതേമാതിരത്തെ ഭീകരമായ ബോംബുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ ഈ പാട്ടിൽ എന്താ വെച്ചാൽ എനിക്ക് ഈ പാട്ട് ഇങ്ങനെ ഈ എല്ലാവർക്കും പറഞ്ഞ മാതിരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ അൺപ്ലഗ്ഡൊക്കെ ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് അത് പാടുമ്പോൾ ഒറിജിനൽ സിംഗറെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നീ യു ആർ അമൽ റോയ്, യു ഹാവ് എൻ അതർ ഹോൾ ഡയമെൻഷൻ ഫോർ ദ സോങ്. എൻ്റെ നിന്ന് സിംഗിങ് ഒക്കെ വേറെ രീതിയിലാണ്. അപ്പോൾ ഞാൻ അതിന്ന് നിന്നെ വിലയിരുത്തിയിട്ട് നീ ഇത് പാടിയ ഈ പാട്ട് പാടിയ ഇപ്പം പാടിയ ഈ ഒരു നിൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ അത് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ യു ഡിഡ് ജസ്റ്റിസ് ടു ദ സോങ്. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ഏരിയയായി തോന്നി. അങ്ങനത്തെ ഏരിയ ആക്കേണ്ട ആവശ്യമില്ല. ഇത് യു ആർ സിംഗിങ് ഫോർ യുവർ മദർ അല്ലേ? അമ്മയ്ക്ക് പാടുമ്പോൾ ആ ഒരു
അങ്ങനെ ആ ഒരു ഭയങ്കര ഹസ്കി ആയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ മേക്ക് ഇറ്റ് ലിറ്റിൽ മോർ സോഫ്റ്റ് ആയിട്ട് പാടിയാൽ മതി. പിന്നെ നിൻ്റെ തൊണ്ട ചേഞ്ച് ആയവണ ലക്ഷണങ്ങളൊന്നും നിനക്ക് തോന്നുന്നില്ലല്ലോ? അങ്ങനെ പിടുത്തങ്ങളൊന്നുമില്ല. അടഞ്ഞിട്ടുണ്ട്. അത് ചെറിയൊരു അടവ് അങ്ങനെ തോന്നുന്നുണ്ട്. അതെന്താ അത്? എൻ്റെ മുന്നേ ഐസ്ക്രീം കഴിച്ചോ? അതല്ല, ഞാൻ ഈ പാട്ട് പഠിച്ചതില്ലേ വേറൊരാള് പഠിച്ചായിരുന്നു. വേറൊരാൾ പഠിച്ചോ? നിനക്ക് വേണ്ടിട്ട് വേറൊരാൾ പഠിച്ചോ? വേറൊരാള് പാടിയതാണ് ഞാൻ പഠിച്ചത്. അതാണല്ലോ എല്ലാവരും. ഒറിജിനൽ പാട്ട് ഇന്റർനെറ്റ് മുഴുവൻ കിടക്കല്ലേ, അതെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് നീ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ അതിനർത്ഥം? അല്ല, മോൻ പറഞ്ഞത് മോൻ ഒറിജിനൽ അല്ല കേട്ട് പഠിച്ചതാണ്. അതെ. അല്ല, ഒറിജിനൽ ഇപ്പൊ ഒറിജിനലാണ് ഞാൻ പാടിയത്. പക്ഷെ ആദ്യം ഞാൻ കേട്ടോണ്ടെന്ന് വെച്ചത്. അപ്പൊ കേട്ടോണ്ടിരുന്ന ആള് തൊണ്ടടച്ചിട്ടാണോ പാടിയത്? പിന്നെ എന്താ നീ ഉദ്ദേശിക്കുന്നത് പറ. നിനക്ക് തൊണ്ടടച്ചൊന്നും പറഞ്ഞു, നീ പഠിച്ചത് അതാന്ന് പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഈ പാട്ട് കേട്ടത് ഒറിജിനൽ ഉണ്ണികൃഷ്ണൻ പാടിയ വേർഷൻ ആണോ വേറെ ആള് പാടിയ വേർഷൻ ആണോ? എന്നിട്ട് ഞാൻ ഈ പാട്ട് കുറെ പേര് കേൾപ്പിച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ സാറ് പാടിയതല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ അവിടുത്തെ അച്ചേട്ട ഭാര്യ ചേച്ചിമാരൊക്കെ നെറ്റിന്ന് ഒറിജിനൽ എടുത്തു തന്നു. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോയി. അത് പ്രാക്ടീസ് ചെയ്തിട്ട് തൊണ്ട പോയതാണ്. അങ്ങനെയാണ് തൊണ്ട പോയത് നീ പറയണത്. അതിനുശേഷമാണ് ഒറിജിനൽ കേട്ടത്. ഇതിലിപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലാവത്ത്. കുഴപ്പമില്ല, അങ്ങനെയാണ് തൊണ്ട പോയി. അങ്ങനെ പാടി പാടി തൊണ്ട പോയി. അപ്പൊ ഒറിജിനൽ ആളും ഉണ്ണികൃഷ്ണൻ പാടിയത് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നോ? ഒരുപാട് വ്യത്യാസം ഉണ്ടോ? അപ്പൊ എന്റെ പൊന്നു മോനെ, നീ എന്തിനാ അത് കേട്ട്? അല്ല, മോൻ വിചാരിച്ചത് ഒറിജിനലാണ്. രണ്ടെണ്ണം കിടക്കണ്ട, ഇതിലേതോ ഒറിജിനൽ കൺഫ്യൂഷൻ. രണ്ടുപേരെ ശബ്ദം ഒരേപോലെ ഇരിക്കണം. കുഴപ്പമില്ല, എന്തായാലും നീ ഒപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പം ഇനി പഠിക്കുമ്പോൾ എപ്പോഴും ഒറിജിനൽ പാടിയ ആളെ തന്നെ പഠിക്കണം. അല്ലാണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടാ. അല്ല, ഞാനിപ്പോ പാടിയത് ഒറിജിനലാണ്. ഒറിജിനൽ നീ പാടിയത്. അതായത് താക്കോൽ അവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല, ഈ നീ ഒരു പഴം നീ വാങ്ങിച്ചു, എന്നിട്ട് പിന്നെ വേറെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. പക്ഷെ മറ്റേ പഴം നീ എന്ത് ചെയ്തു? അത് തിരിച്ചു കൊടുത്തോ? അതും കഴിച്ചോ? കഴിച്ചില്ല. അത് കഴിച്ചില്ല. അപ്പൊ അതെന്ത് ചെയ്തു? അത് വിഴുകി, അത് കളഞ്ഞു. അത് കളഞ്ഞു. അപ്പോൾ ഒറിജിനൽ പിന്നെ രണ്ടാമത്തെ വാങ്ങിച്ചതാണ് പിന്നെ കഴിച്ചത് ആണല്ലോ. ആദ്യത്തെ പഴം കഴിക്കാതെ കളയണതിന്റെ കൂട്ടത്തിൽ നിന്റെ തൊണ്ടയും പോയി. അത് പോവും ചെയ്തു, നിന്റെ തൊണ്ടയും പോയി. ഒറിജിനലായിട്ട് പാടാൻ മര്യാദക്ക് പറ്റൂല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒറിജിനൽ പഠിക്കുക, തൊണ്ട കളയേണ്ടി വരിക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ ഞാൻ ചോദിക്കുക, എന്താ പറയാ? നല്ലോണം പാടി മോനെ. മോൻ്റെ പല്ലവി നല്ലതായിരുന്നു. ചരണം തൊട്ടാണ് ആ തൊണ്ടയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞത്. ശരിക്കും ഒരു കൊങ്ങയ്ക്ക് പിടിച്ച് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിമിഷ്ടം ഞങ്ങൾക്കും അനുഭവപ്പെട്ടു ഇവിടെ. ശ്രുതി മേലെയാണോ കുറച്ചിട്ടുണ്ടോ? ഒറിജിനലിൽ നിന്ന് കുറച്ചോ? ഇനി കുറച്ച് താഴെ പാതാളത്തിലായിപ്പോയി അല്ലേ? അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ തൊണ്ട വെച്ചുകൊണ്ട് വാട്ട് എവർ ഇസ് പോസിബിൾ ഫസ്റ്റ് ഒന്നും കാണിച്ചില്ല. അത് ഒന്നും കാണിക്കാതെ ഇന്ന് പാടി. പക്ഷേ ഇയാളൊരു ദുഃഖം ഉണ്ടായിരുന്നു ഇന്ന് മുഖത്ത്. ഇതല്ല അമൽ. അപ്പോൾ അമൽ ഞങ്ങൾക്ക് അമലായിട്ട് തന്നെ വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൽ റോയിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാടുന്നതും ഇഷ്ടമാണ്, അമൽ റോയിനെ ഇഷ്ടമാണ്. ഇന്ന് കുറച്ചുകൂടെ ബെറ്റർ ആവായിരുന്നു, അത്രേ ഉള്ളൂ. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. അമൽ റോയ്, നല്ല സോങ് സെലക്ഷൻ. ഞാൻ ഈ പാട്ട് ഇപ്പോൾ നീ പാടി കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒറിജിനൽ ചുമ്മാ കേട്ടു. സോ നിൻ്റെ പാടിയത് എല്ലാ ടച്ചസൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചുമ്മാ ഞാനൊന്ന് റൺ ത്രൂ ചെയ്തൊന്ന് കേട്ടു നോക്കി. ആൻഡ് നീ നന്നായിട്ട് പാടി. എനിക്ക് ഒരേ ഒരു ഇതുള്ളത്, ഐ തിങ്ക് സെയിം തിങ് സൂര്യകിരൺ പാടിയപ്പോഴും ഞാൻ കാണിച്ചൊരു സംഭവമാണ്. പാടൂ. ഇനി പാടുമ്പോൾ സോഫ്റ്റായിട്ടാണ് നീ പാടിയത് മൊത്തം നേരത്തെ പാടിയപ്പോൾ. അത് പക്ഷേ നിൻ്റെ ഫുൾ ശബ്ദത്തിൽ തന്നെ പാടുക. തൊണ്ട അടഞ്ഞ കാര്യം വിട്. ഓക്കെ, ഫുൾ ശബ്ദത്തിൽ തന്നെ പാടുക. ഈ ഡോണ്ട് മേക്ക് ഇറ്റ് ഈ ഹസ്കി ആക്കരുത്. സോഫ്റ്റ് വോളിയൂം കുറയ്ക്കാം, പക്ഷേ ഡോണ്ട് മേക്ക് ഇറ്റ് അങ്ങനെ ആക്കരുത്. അങ്ങനെ ആകുമ്പോഴാണ് നിൻ്റെ ചരണത്തിലൊക്കെ തൊണ്ട പിടിച്ചത്. സോ ലെറ്റ്സ് ട്രൈ ദാറ്റ് വൺസ്.
ഉറവും നീ തായേ ഉയരും നീ ഉടലും നീ ഉറവും നീ തായേ തന്നുടലിൽ സുമந்து ഉയിരേ പകിർന്ന് ഉരുവം തരുവാൻ നീ തന്നുടലിൽ സുമந்து ഉയിരേ പകിർന്ന് ഉരുവം തരുവാൻ നീ ഉൻ കണ്ണിൽ വഴിയും ഒരു തുളി പോതും കടലും മോറും തായേ ഉൻ കണ്ണിൽ വഴിയും. യാ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ സി ഇത് എല്ലാവർക്കും നിങ്ങൾ പിള്ളേർ ഐ തിങ്ക് സൂക്കേട് ഉണ്ടെന്നും പറഞ്ഞ് അത് ഒരു അകത്തിങ്ങനെ അത് അതിൻ്റെ ഒരു ചിപ്പ് ഇങ്ങനെ അകത്ത് കയറ്റിയിട്ടാണ് പിന്നെ സ്റ്റേജിലേക്ക് വരുന്നത്. ഫൊർഗെറ്റ് ദാറ്റ്. ഇവിടെ നിങ്ങൾ പാടാൻ വരികയാണ്, നിങ്ങൾ അവിടെ പാടാൻ എത്തിക്കഴിഞ്ഞു, പിന്നെ ആ സൂക്കേട് നിങ്ങളെ കൺട്രോൾ ചെയ്യരുത്. നിങ്ങൾ അതിനെ ചവിട്ടി പുറത്താക്കി നിങ്ങൾ ആ സോങ്ങിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അതാണ് ഞങ്ങൾക്ക് ആവശ്യം. എനിവേ ഗുഡ്, വെരി ഗുഡ് അറ്റംപ്റ്റ്, നല്ല സോങ്, വെരി ഗുഡ് സെലക്ഷൻ. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് താങ്ക് യു. യു ചേട്ടാ. അനുശ്രീ ചേച്ചി. അമൽ നന്നായിട്ട് പാടി. എന്താ ഈ പറഞ്ഞതുപോലെ ത്രോട്ടിന് പ്രശ്നമുണ്ട് അങ്ങനെയൊന്നും ചിന്തിച്ച് നിൽക്കണ്ട, നന്നായിട്ട് പാടുക. ഇപ്പം പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അടുത്ത റൗണ്ടിൽ വരാണ്ടിരിക്കട്ടെ, നന്നായിട്ട് പാടാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ഒരു കാര്യം കൂടെ പറയണ്ട അമൽ. അമല് പാടിയതിൽ തൊണ്ടയ്ക്ക് പിടുത്തമുണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പണായിട്ട് പാടിയപ്പോൾ കുറച്ചും കൂടെ ഭേദം ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മോൻ്റെ വോയിസിലൊരു ഒരു ഒരു ഫീൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. മോന് നാച്ചുറലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് അത് മോൻ തെറ്റി പാടിയാൽ എന്ത് പാടിയാലും ആ ഒരു ഭാവം, ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. അത് മോൻ്റെ കിട്ടിയേക്കണ ഒരു ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് മുന്നോട്ട് പോവുക. അത് കാത്തു സൂക്ഷിക്കാം അതിന്റെ കൂട്ടത്തിൽ തന്നെ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് Marks മാർക്കിലേക്ക് കടക്കാം. സോ മാർക്സ് സ്റ്റീഫൻ ചേട്ടാ. 8.5. Ah, wow, very nice. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് 2 മിനിറ്റ് സമയം തരാം. അതിനു മുമ്പ് വിജയ് ചേട്ടൻ്റെ അടുത്തേക്ക് പോവാം. വിജയ് ചേട്ടാ. അവിടെ അല്ല, അനുശ്രീയുടെ 0.5 കൂടി ചേർത്തിട്ട് Okay, so back to Sujata Chechi. 8.5, 25. കുഴപ്പമില്ല, നല്ല സ്കോറാണ്. അപ്പൊ എന്തായാലും പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നമുക്ക് അടുത്ത റൗണ്ടിൽ നന്നായിട്ട് ഇനിയും പാട്ടുകളായിട്ട് വരാം. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. ലെറ്റ്സ് വെൽക്കം our next contestant ശിവാനി. ശിവാനി, ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഒരു മിനിറ്റ്, ഒന്നും കൂടി കുറച്ച് ബാക്കി പോകും. സ്റ്റീഫൻ ചേട്ടാ, ഒരു നല്ല എൻട്രി കൊടുക്കൂ. ഗ്ലാസ് വെക്കൂ, കാണട്ടെ. നല്ല നടത്തും. മാർച്ച് പാസ്റ്റ് നടക്കണ പോലെയാണ്. ഇതാരത്? ഇതായിരുന്നു നമ്മൾ പ്രോമിസ് ചെയ്തിരുന്ന നടത്തം. പക്ഷേ സീക്രട്ട് ആണോ? അല്ലേ, ഇത് മാർച്ചിങ് ആയല്ലേ? അതെ. അത് പെട്ടെന്ന് ഗ്ലാസ് ഒക്കെ ഇട്ടപ്പോ കണ്ണി മിസ്സായി പോയി കാണാനല്ലാണ്ട്. ഇതെന്താ ഭയങ്കര തകർത്ത് വന്നിരിക്കുകയാണല്ലോ ഇവിടെ. ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഊരരുത്. ഈ ഡ്രസ്സൊക്കെ എവിടുന്നാ? ഇതെന്റെ സ്കൂളിലൊരു ടീച്ചർ സ്പോൺസർ ചെയ്തതാണ്. ടീച്ചർ സ്പോൺസർ ചെയ്ത ഡ്രസ്സാണോ? സ്പോൺസർ ചെയ്യുന്ന ഐശ്വര്യ റായ്. ഇവിടത്തെ ഐശ്വര്യ റായ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ടീച്ചർക്കും ഒരു ബിഗ് താങ്ക്സ്. യെസ് അല്ലേ? അപ്പൊ നമുക്ക് ഇനി തുടങ്ങാം. അപ്പൊ നമുക്ക് റൗണ്ട് സെലക്ട് ചെയ്യാം. ഓക്കേ ഓക്കേ, റൗണ്ട്സ്. ഗ്ലാസ് വെച്ച് കണ്ണാടി മാറ്റി അപ്പോഴേ കാണുള്ളൂ. ഏത് റൗണ്ടാ മോളെ? മൈ മ്യൂസിഷ്യൻ. മൈ മ്യൂസിഷ്യൻ. ഓക്കേ, Superstar Junior.
അപ്പൊ മോളുടെ ഫേവറേറ്റ് മ്യൂസീഷ്യൻ ആരാണ്? ഇളയരാജ സാർ. ഓഫ്. ഓ ഇളയരാജ സാറിന്റെ ഏത് സോങ് ആണ്? ഞാൻ രാക്കോലം വന്നതാണ്. ഓ പെർഫോമൻസ് ആണോ അപ്പൊ ഇവിടെ? ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരിക്കോ? ഒരു കാലത്ത് ഭയങ്കര ഈ തൊപ്പിയൊക്കെ എന്താ ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡി ആയ സോങ് ആണ്. അപ്പൊ അതാണ് ഗ്ലാസ് ഒക്കെ അല്ലേ? ഓഫ്. ശരി, ഇതാരുടെ ഗ്ലാസ്? ആരുടെ മോളുടെ ആണോ? സ്വന്തം ഗ്ലാസ് ആണോ? അടിച്ചു മാറ്റിൽ. അപ്പൊ ശിവനി റെഡി അല്ലേ? റെഡി. പക്ഷെ ചെറിയ ഒരു 5 മിനിറ്റ് സമയം ഞങ്ങൾ തരാണ്. ഈ ഗ്ലാസ് ആരാണ് ഞങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കണം. അപ്പൊ അതിനൊരു ചെറിയ ബ്രേക്ക് ആവശ്യമാണ്. Yes. അപ്പൊ സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി ബ്രേക്ക്. സെക്കൻഡ് പ്രൈസ് സ്പോൺസർഡ് ബൈ നിറപ്പറ മലയാളത്തിന്റെ മഹാരുചി. ഫോർത്ത് പ്രൈസ് സ്പോൺസർഡ് ബൈ നന്ദനം സാനിറ്ററീസ്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. ശിവാനി കുട്ടിയുടെ അടിപൊളി പെർഫോമൻസ് ആണ് ഈ മൈ മ്യൂസിഷ്യൻ റൗണ്ടിൽ അതെ. രാക്കോലം എന്ന പാട്ട്. Okay. ഓക്കെ, All the ഓൾ ദി best. ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. രാക്കോലം വന്നതാണേ, കൂത്താടും കൂട്ടരാണേ. രാക്കോലം വന്നതാണേ, കൂത്താടും കൂട്ടരാണേ. ഉള്ളം പതഞ്ഞ വേളയിൽ തമ്മിൽ തുളുമ്പുവാൻ, താളം പതിഞ്ഞ വേളയിൽ മേളം കലമ്പുവാൻ. രാക്കോലം വന്നതാണേ, കൂത്താടും കൂട്ടരാണേ. ഹോ മേളമേറി മാറി മാറി ആദി താളമായി, അംഗമേറി മാറി മാറി ആരവങ്ങളായി, ആരവങ്ങളേറി ഏറി ഉത്സവങ്ങളായി, ഉത്സവപ്പറമ്പിൽ നമ്മൾ അത്ഭുതങ്ങളായി. തിങ്കൾ താലമേ, കണ്ണീർ താരമേ, മേലെ മേട്ടിലെ മാമ്പൂ തെന്നലേ, ഒന്നിറങ്ങി വന്നാൽ ഒത്തുചേർന്നു നിന്നാൽ ഒത്തുകൂടി പാട്ടുപാടി നൃത്തമാടാം. രാക്കോലം വന്നതാണേ,
എന്താണ് പെർഫോമൻസ് മൂന്നുപേരുടെയും മൂന്നുപേരും. സപ്പോർട്ട് രണ്ടുപേരും കൂടി അമൽ ആൻഡ് ഋതു രണ്ടുപേരും എല്ലാവർക്കും ഒരു ബിഗ് ക്ലാപ്സ്. അത് മാത്രല്ല ശിവാനി സത്യം പറയണം, അമലും മോനും വീണപ്പോ നല്ല സന്തോഷിച്ചു അല്ലേ? മതിമറന്ന് ചിരിക്കുകയായിരുന്നു. ഇത്രയും ആസ്വദിച്ച് പാട്ട് പോലും ശ്രദ്ധിക്കാൻ ചിരിച്ച ഒരാളെ അല്ലേ? സത്യം പറയണം. അതെന്താണ് ശരിക്കും ആ സ്റ്റെപ്പില് വീഴില്ലായിരുന്നു? അങ്ങനെയാണോ? ഇല്ല. ഓഹോ, അപ്പൊ മലപ്പുറം വീഴ്ത്തിയതാണ് കേട്ടോ. നമുക്ക് എന്തായാലും അല്ല വീണ് പോയത് നോക്കാം, വീട് പോയതാണ്. അവർ ആക്ട് ചെയ്താണ് വീണതായിട്ട്. അല്ല ഞാൻ തന്നെ പോയതാ. അല്ല ശരിക്കും വീണാണ്. അപ്പൊ യെസ്, സോ ദ കമന്റ്സ് പ്ലീസ്. ശിവാനി ചേട്ടാ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. നന്നായി പ്രസന്റ് ചെയ്തു പാട്ട്, നന്നായി പാടി. ഇവിടെ വന്ന് ഇവിടെ ഈ ഏരിയ മുഴുവൻ യൂസ് ചെയ്തു. അവിടെ അവരുടെ കൂടെ അവർ രണ്ടുപേരും നന്നായിട്ട് പറയണ്ടല്ലോ അവരെന്താ ചെയ്തതെന്ന്. ആ ഒരു എന്ത് സ്റ്റെപ്പായിരുന്നു, ഒരു തവള മാരിങ്ങനെ ഇങ്ങനെയായിരുന്നു. ഭയങ്കര വെറൈറ്റി ആയിപ്പോയി അത്. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തായിരുന്നോ? മുന്നേ ചെയ്തായിരുന്നോ? പ്രാക്ടീസ് ഒക്കെ ചെയ്തു, പക്ഷെ നമുക്കൊക്കെ സർപ്രൈസ് ആയി പോയിന് മാത്രം. അല്ല ഇതുവരെ ഇവരുടെ എൻട്രി കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവര് വരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോ ആകെ അറിഞ്ഞിരുന്നത് ഈ കൂളിംഗ് ക്ലാസ് മാത്രമാണ്. കൂളിംഗ് ക്ലാസ്സിന് ഞങ്ങൾക്ക് ചേച്ചിക്ക് ഭയങ്കര ടെൻഷൻ, ആരാ അത് ചവിട്ടാൻ പോണെന്ന് അറിയില്ല. മിക്കവാറും ഋതു തന്നെ അത് ചവിട്ടെന്ന് വിചാരിച്ചിട്ട് ഇരിക്കായിരുന്നു. ഞാൻ ചവിട്ടി. നീ ചവിട്ടിയപ്പോഴാ പിന്നെ അറിഞ്ഞ, നീ ചവിട്ടിയപ്പോ പൊട്ടിയില്ല, അവൻ ചവിട്ടി. തെന്നി വീഴാനായിട്ട് പോയി. അത് ചവിട്ടിട്ടാണ് തെന്നി വീഴാൻ പോയത്. അങ്ങനെ മൊത്തത്തിലെ ഒരു നല്ല ഫൺ എലമെന്റ് ഉള്ള സോങ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ശിവാനി. യു ഡിഡ് വെൽ, നന്നായി പാടി. യു ഡിഡ് എ ഗുഡ് പ്രസന്റേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ. താങ്ക് യു. താങ്ക് യു ചേട്ടാ. വിജയ് ചേട്ടാ. ചേട്ടാ നിന്റെ സ്പോൺസർഷിപ്പിൽ കിട്ടിയ കണ്ണാടി സ്പോൺസർഷിപ്പ് ഇല്ലാണ്ടാക്കിയല്ലോ അവൻ ഋതു. അവസാനം ഋതുവിൻ്റെ കാലം അതിൽ കൂടെ ഇങ്ങനെ ചവിട്ടി ഒരു മേയിച്ച് എടുത്തു. അത് നിന്റെ അടുത്ത് ഞാൻ കുറേ കൈ കാണിച്ചു, അതൊന്നും എടുത്ത് നിന്റെ ഇവിടെ എന്നാണ് അറ്റ്ലീസ്റ്റ് ഡ്രസ്സിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്നു. ഒന്നും സംഭവിച്ചില്ലല്ലോ. അത് ലാസ്റ്റിൽ ഇട്ടപ്പോഴത്തേക്ക് കണ്ണാടി ഇങ്ങനെ ആയി. വിജയ് ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋതുവിന് അഥവാ കണ്ണാടി പൊട്ടിയാലും വിജയ് ചേട്ടന്റെ കണ്ണാടി തരും. സംശയം. അവിടെ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ നിലത്തിട്ട് പൊട്ടിച്ചോ എന്നിട്ട് അത് മേടി. അതെ, ധൈര്യമായിട്ട്. ആ അനെ ശിവാനി അടിച്ചു പൊളിച്ചോ കേട്ടാ. താങ്ക് യു ചേട്ടാ. ഗുഡ് ഫൺ. നിനക്കെന്താ കുറച്ച് ചരണം എന്താണ്, കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നോ? ഹൈ ആയിരുന്നോ അത്? ചരണം പാടിയപ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് വോയിസ് ഇങ്ങനെ ക്രാക്കായി ചെറുതായിട്ട്, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു സ്ട്രെയിൻ ആയ പോലെ. ആ പക്ഷെ കുഴപ്പമില്ല. ആ സമയത്ത് ചെറുതായിട്ട് ഇതുണ്ടായിരുന്നു, പക്ഷെ അല്ലെങ്കിൽ ഓവറോൾ നല്ലായിരുന്നു. പിന്നെ ചിരിച്ച് കുറേ സെക്കൻഡ് ചരണത്തിലുള്ള എന്താണ് ലൈനൊക്കെ മറന്ന് ഇടയ്ക്കൊന്ന് പൊട്ടിയൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു. എന്നാലും ഒരു രസമുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു. അപ്പോൾ അടിച്ചു പൊളിച്ചു. ഗുഡ് സപ്പോർട്ട് എന്നാണ് ഋതുവും അമൽ റോയുടെ സിഗ്നേച്ചർ സ്റ്റെപ്പ് എന്തായാലും ഇന്നും കൂടെ ഇറക്കിയതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഓക്കെ ശിവാനി അടിച്ചു പൊളിക്ക്, എൻജോയ് ചെയ്യൂ. ഓക്കെ ബൈ, ഗുഡ് ലക്ക്. താങ്ക് യു. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി സൂപ്പർ. ഇവരെ രണ്ടുപേരെയും സെലക്ട് ചെയ്താലോ? ശിവാനിയാണോ സെലക്ട് ചെയ്തത്? ഇവര് തന്നെ വേണമെന്ന്. അപ്പൊ എന്ത് കഴിഞ്ഞോടെ ക്രിസ്റ്റി ആയതല്ലേ? ക്രിസ്റ്റിയെ തട്ടിയപ്പോ ഒരു ചേഞ്ച് ഇരുന്നോട്ടെ എന്നല്ലേ? എല്ലാത്തവണ ഒരാൾ തന്നെ വന്നാ ബോറല്ലേ? അപ്പൊ ഇവനെ റിപ്പീറ്റ് ചെയ്ത അമൽ റോയിന് ആളൊരു കോമാളിയാണല്ലേ? ഭയങ്കര രസമായിരുന്നു മോളെ, എന്ത് രസമായിരുന്നു. അയ്യോ എനർജി എന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ടയേർഡായിട്ടിരിക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഓക്കെ ദേഹത്തൊക്കെ ഒരു എനർജി വന്നു. അപ്പോൾ നല്ലോണം പാടുകയും ചെയ്തു. എല്ലാം രസമായിരുന്നു. എവറിത്തിങ് അബൌട്ട് ഇറ്റ് വാസ് വെരി നൈസ്. താങ്ക് യു ചേച്ചി. അനുശ്രീ ചേച്ചി. ശിവാനി ചേച്ചി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വന്നതിൽ ഏറ്റവും ഞാൻ ഇരുന്ന് ആസ്വദിച്ച് ചിരിച്ച പെർഫോമൻസ് ആണ്. നന്നായിട്ട് പാടി. മോള ചിരിയാണെങ്കിലും ഭയങ്കര ക്യൂട്ടായിരുന്നു. പാട്ടിൻ്റെ ഇടയിലുള്ള ചിരി അറിയാണ്ട് മോള് ചിരിച്ചു പോയാണെങ്കിലും അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പോൾ ഇനി അടിച്ചു പൊളിച്ച് ഒത്തിരി പെർഫോമൻസ് മോക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സോ മച്ച്. സോ ഓവർ ടു ദ മാർക്സ്. എന്നോട് പ്രത്യേകം ഇവർ പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർ 3 പേരും ഭയങ്കര ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആണ്. ഇവര് എന്താ പറയാ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ പോലെ ഭയങ്കര കസിൻസ് പോലെയൊക്കെ ഭയങ്കര. കഴിഞ്ഞ നമ്മുടെ ശിവാനിയുടെ പെർഫോമൻസിനാണോ ഊട്ടി പട്ടണത്തിൽ? അത് ആരാ പാടി? ഇവരായിരുന്നു പെർഫോമൻസ്. നിന്റെ അതിൽ നമ്മുടെ ക്രിസ്റ്റിയും കൂടെ ഉണ്ടായിരുന്നു. അതെ. ക്രിസ്റ്റി ഒരു ഭയങ്കര എലമെന്റ് ആയിരുന്നു അതിൽ. അതെന്തായാലും ക്രിസ്റ്റി മിസ് ചെയ്തു. അവനവിടെ ഇല്ലേ? എത്ര ചെല്ലാഞ്ഞ് നീ കൂടെ ചെന്നായിരുന്നെങ്കിൽ അതൊരു കോമഡി കൂടുതലാണ്. പിന്നെ കോമഡി കൊണ്ട് അയാൾ മാറിയായിരുന്നു.
അല്ല ഇവര് ഭയങ്കര ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരാണ്. ആണോ? എന്താ നിങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് വല്ലതും ഉണ്ടോ? ഒരു പേരൊക്കെ ഇട് ഗ്യാങ്ങിന്. അതെ, എന്താണ് നിങ്ങളൊരു പേരിടണം, ഗ്യാങ്ങിന് ഒരു പേരിട് വേഗം. ഓക്കെ, അതെ, ചിന്തിച്ച് പറഞ്ഞാൽ മതി. അടുത്ത ഇതിന് വരുമ്പോ ഒരു അടുത്ത ഗ്യാങ്ങിന് പേര് എപ്പിസോഡിൽ. കിട്ടുക. ഓക്കെ ഓക്കെ, യെസ്. Okay. സോ ഓവർ ടു ദ മാർക്സ്. സുജയ് ചേട്ടാ മാർക്സ് പ്ലീസ്. അനുശ്രീയുടെ കമ്പൈൻഡ് മാർക്കാണ്. അപ്പോൾ നമുക്കൊരു 2 മാർക്ക് എക്സ്ട്രാ ഈ ചിരിക്കൊക്കെ വേണ്ടി. താങ്ക് യു ചേട്ടാ, താങ്ക് യു സുജാത ചേച്ചി. 8.5. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ 8.5 again. 8.5, so 25.5. ഹാപ്പി അല്ലേ? എന്താ ചിരി. അപ്പൊ ഈ ഇത്രയും നല്ല മാർക്ക് കിട്ടിയതല്ലേ, ഇവരുടെ ഒരു പ്രത്യേക ഒരു സംഭവം കൂടി ഇവർ നമുക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ പോകും. ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ സ്റ്റെപ്പ് നോക്കട്ടെ, കാണിക്കോ. Come on, ready? എന്നാല് എടാ അപ്പോഴും നീ എന്താടാ ഈ തെന്നെന്ന്? അതവന്റെ സ്റ്റെപ്പ് അല്ലേ, നീയല്ലേ പറഞ്ഞത്? അവന്റെ ഈ 3 പേരും കൂടെ ഉള്ള സിഗ്നേച്ചറിന്റെ സ്റ്റെപ്പിന്റെ പുറത്ത് അവന്റെ സ്റ്റെപ്പാണ്. അതെ. സോ നമുക്ക് നമ്മുടെ ഫൈനൽ സെഗ്മെന്റിലേക്ക് കിടക്കാം. ടോപ്പ് സ്കോറർ ശിവാനി ആൻഡ് ആൻ ബെൻസൺ with 25.5 marks. യെസ്, ഓടി വരൂ. ശിവാനി ആൻഡ് ആൻ ബെൻസൺ, കൺഗ്രാറ്റുലേഷൻസ്. Congratulations to both of you. അപ്പോ നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് അനുശ്രീ. യെസ്. Thank you so much and all the best. Yes, all the best to both of you. So അനുശ്രീ, അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ കണ്ടസ്റ്റൻസിനെ എല്ലാവരും വളരെയധികം എൻകറേജ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു, അവർക്ക് കുറെ അഡ്വൈസസ് ഒക്കെ കൊടുത്തു. യെസ്. അപ്പോൾ ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സോ യെസ്, ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിനെ കുറിച്ച് എന്താണ്, വാട്ട് യു ഫീൽ? അപ്പോൾ എന്താ, ഒത്തിരി സന്തോഷം. കാരണം കുട്ടികളുടെ പെർഫോമൻസ് കാണുക എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. സോ എനിക്ക് ഒത്തിരി സന്തോഷം, ഒരുപാട് ചിരിക്കാൻ പറ്റി, ഒരുപാട് കുട്ടികളുടെ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റി. സോ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ അമൃത ടിവിയോട് ഒത്തിരി താങ്ക്സ് പറയണു. പിന്നെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ വിജയ് ചേട്ടാ, സുജാത ചേച്ചി ആൻഡ് സ്റ്റീഫൻ ചേട്ടാ, നമുക്കൊരു നല്ലൊരു ചെറിയ കുട്ടി ഫെയർവെൽ. സോ യെസ്, വിജയ് ചേട്ടാ, സുജാത ചേച്ചി ആൻഡ് സ്റ്റീഫൻ ചേട്ടാ, നമ്മളിതൊരു നേരത്തെ പറഞ്ഞ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഫെയർവെൽ ആണ്. സോ യെസ്, നമുക്കൊരു ഫെയർവെൽ നമുക്ക് കൊടുക്കാം അല്ലേ? അതെ, നമുക്ക് കൊടുക്കാം. നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം അങ്ങോട്ട്. നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിക്കൊണ്ട് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോവുക കുറച്ച് നാളത്തേക്ക്. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരണം, തീർച്ചയായിട്ടും വരണം. ആദ്യമായി പാടി കഴിഞ്ഞാൽ പിന്നെ നിൽക്കും. താങ്ക് യു സോ മച്ച് അനുശ്രീ ഫോർ കമ്മിങ് ഇൻ സൂപ്പർ സ്റ്റാർ ജൂനിയർ. പിള്ളേരെ എൻകറേജ് ചെയ്ത് വളരെ കൈൻഡ് വേർഡ്സ് പറഞ്ഞ അവരെ എൻകറേജ് ചെയ്തതിന് പ്രത്യേകിച്ച് നന്ദി. സോ ഇനി നല്ല ആ ശബ്ദം ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അനുശ്രീ, ഞാൻ പഠിപ്പിച്ച നോട്ട്സ് ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്തുകൊണ്ട് പാടൂ. രണ്ട് സൈഡിലും സപ്പോർട്ട് വേണം കേട്ടോ. ഞങ്ങളുണ്ട് ഞങ്ങൾ നല്ല സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഏതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ദൂരെ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരെ ഏതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. വെരി ഗുഡ്. അതൊരു ഗട്ട്സ് ആണ്, സൂപ്പർ ഗട്ട്സ്. പിള്ളേർക്ക് ഇനി മനസ്സിലായല്ലോ എങ്ങനെ പാടിക്കൂടാന്നുള്ളതൊക്കെ. ഇല്ല, ചുമ്മാ പറഞ്ഞാണ്. എന്തായാലും നമ്മുടെ റിക്വസ്റ്റ് കേട്ട് ഇത്രയും നന്നായിട്ട് പാടിയതിനും പ്രത്യേകിച്ച് നന്ദി. താങ്ക് യു സോ മച്ച്. സ്പോർട്ടിങ് Thank you very much. Yes, thank you so much for being the sport. And so
with more fun and episode. We'll be coming back to you. So till then, keep watching Superstar Junior. Sujata Sarees. Designed by Style Sarees, Spencer Junction, Palayam, Trivandrum.